പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമദാനു ഷരീഫ് തുടങ്ങിയ മുതൽ ഇപ്പോഴും നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കുകയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വ അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനന്നാർ. പാപങ്ങൾ പൊറുക്കണേ അല്ലാ, സ്വർഗ്ഗം നൽകണേ അല്ലാ, നരകത്തിൽ നിന്ന് രക്ഷ നൽകണേ അല്ലാ. അതോടൊപ്പം തന്നെ അല്ലാഹുമ്മ ഇത്ഖിനി മിനന്നാർ, നരകത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഇത്ഖ് നൽകണേ, മോചനം നൽകണേ എന്ന് നമ്മൾ നിരന്തരമായി ഇപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മളെ ജീവിതത്തിൽ നമ്മൾ കൂടുതൽ ഭയക്കേണ്ടത് നരകമാകുന്ന ലോകത്തിനെയാണ്. കത്തിജ്വലിക്കുന്ന നരകത്തിന്റെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില മാർഗങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ മാർഗങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിക്കാൻ പോകുന്നത്. അള്ളാഹു നരകത്തിൽ നിന്ന് നമ്മൾക്കൊക്കെ രക്ഷ നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന മുത്തുമുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹു നമ്മളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി തരട്ടെ, നമ്മളെ വിഷമങ്ങൾ അകറ്റി തരട്ടെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ. എല്ലാവർക്കും റാഹത്തല്ലേ? എല്ലാവർക്കും സന്തോഷല്ലേ? നോമ്പനുഷ്ഠിച്ച് എല്ലാവരും ക്ഷീണിച്ചോ? എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് 3 പ്രാവശ്യം അൽഹംദുലില്ലാ പറയൂ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാ പറഞ്ഞവരൊക്കെ അതൊന്ന് കമന്റിൽ എഴുതി വിടണം. ആരൊക്കെയാണ് അൽഹംദുലില്ലാ പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മളൊക്കെ പരിശുദ്ധമായ റമദാൻ മാസത്തിന്റെ ആദ്യത്തെ രാവ് മുതൽ ഇപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ്. നരകമോചനമാണ് അള്ളാഹുവിനോട് നാം ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം നരകമെന്ന് പറയുന്നത് അതിഭയാനകരമാണ്, പേടിപ്പെടുത്തുന്നതാണ്. കത്തിജ്വലിക്കുന്ന തീനാളങ്ങളാണ് നരകത്തിലുള്ളത്. നമ്മളെ ജീവിതത്തിൽ പരലോകത്തെ കാര്യങ്ങളും ആലോചിക്കുമ്പോൾ നാം പേടിക്കേണ്ട ഒരു വിഷയം നരകമാണ്. നരകത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് രക്ഷ നൽകട്ടെ. നരകത്തിൽ അള്ളാഹു ഇന്ധനമായി ഉപയോഗിക്കുന്നത് മനുഷ്യരെയാണ്. വഖൂദുഹന്നാസു വൽ ഹിജാറ, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പരിചയപ്പെടുത്തി നരകത്തിൽ കത്തിക്കപ്പെടുന്നത് കല്ലുകളെയും മനുഷ്യരെയുമാണെന്നാണ്. അള്ളാഹു നരകത്തിൽ നിന്ന് നമ്മൾക്കൊക്കെ രക്ഷ നൽകട്ടെ. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ചില വഴികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ജീവിതത്തിൽ പകർത്തി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് നരകമോചനം ലഭിക്കും. ഒന്നാമത്തെ കാര്യം, മഹാന്മാര് പറയുന്നു, എല്ലാ നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോഴും ബിസ്മി ചൊല്ലുക എന്നുള്ളതാണ്. ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ, അതല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമല്ല, നമ്മളെ ജീവിതത്തിൽ എന്തെല്ലാം നല്ല കാര്യങ്ങൾ നമ്മൾ തുടങ്ങുന്നുണ്ടോ ആ സമയത്തൊക്കെ ബിസ്മി ചൊല്ലിക്കഴിഞ്ഞാൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. ബിസ്മിയിൽ 19 ഹർഫുകളുണ്ട്. അതുപോലെ തന്നെ നരകത്തിനെ കാക്കുന്നത് 19 മലക്കുകളാണെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ നല്ല കാര്യങ്ങളും തുടങ്ങുമ്പോഴും നമ്മൾ ബിസ്മി ചൊല്ലിക്കഴിഞ്ഞാൽ നരകത്തിനെ സംരക്ഷിക്കുന്ന 19 മലക്കുകളിൽ നിന്ന് നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്നാണ് മഹാന്മാര് പഠിപ്പിക്കുന്നത്. അപ്പൊ ഏതൊക്കെ നല്ല കാര്യങ്ങളുണ്ടോ, നമ്മൾ യാത്ര പോകുന്ന സമയത്ത്, വാഹനം വാങ്ങുന്ന സമയത്ത്, ജോലി തുടങ്ങാൻ നിൽക്കുന്ന സമയത്ത്, അടുക്കളയിൽ കയറുന്ന സമയത്ത്, ഉറങ്ങി എണീറ്റാല്, അങ്ങനെ എല്ലാ നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോഴും ബിസ്മി ഒരിക്കലും ഒഴിവാക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. രണ്ടാമത്തെ കാര്യം, എല്ലാവരും ശരിക്കും ശ്രദ്ധിക്കുക. ഭക്തിയോടുകൂടെ 40 ദിവസം തുടർച്ചയായി ജമാഅത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. 5 വക്ത് ഫർള് നിസ്കാരം ഭക്തിയോടുകൂടെ തുടർച്ചയായി ഒരു ദിവസം പോലും വിടാതെ 40 ദിവസം ജമാഅത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ സ്വർഗപ്രവേശനം ലഭിക്കും, നരകത്തിൽ നിന്ന് രക്ഷ ലഭിക്കുമെന്ന് മഹാനായ നബി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഉമ്മമാര് പറയും, ഉസ്താദെ ഞങ്ങൾ എങ്ങനെ ഇപ്പൊ ജമാഅത്തിന് പങ്കെടുക്കുക, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് പല ഉമ്മമാർക്കും സംശയം ഉണ്ടാവും. ഉമ്മമാര് വീട്ടിൽ ജമാഅത്ത് നടത്തട്ടെ, വീട്ടിൽ മക്കളുമായി, അതല്ലെങ്കിൽ അമ്മായിമ്മ അതുപോലെ തന്നെ മരുമക്കളിൽ നിന്ന് ജമാഅത്ത് നടത്തട്ടെ. എന്നാൽ നരകമോചനമാണ് ലഭിക്കുന്നത്. ഇമാമും മാമുമായി നിസ്കരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എപ്പോഴെങ്കിലും ജമാഅത്തിന് പങ്കെടുത്താൽ പറ്റൂല. ഇമാമിന്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാം നമ്മൾക്ക് ലഭിക്കണമെന്നുള്ളതാണ്. അങ്ങനെ 40 ദിവസം ഒരാൾ തുടർച്ചയായി ജമാഅത്തിൽ പങ്കെടുത്താൽ ഇൻഷാ അല്ലാഹ് അവനിക്ക് അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയും. മൂന്നാമത്തെ കാര്യം, ളുഹറിന്റെ മുമ്പുള്ള 4 റക്അത്ത് റവാത്തീബ് നിസ്കാരം അതിശ്രേഷ്ഠമായതാണ്. എങ്ങനെ? ളുഹറിന്റെ മുമ്പ്
4 റക്അത്ത് റവാത്തിബ് നിസ്കാരമുണ്ട്. അത് ശക്തി അല്ലെങ്കിലും ആ 4 റക്അത്ത് റവാത്തിബ് നിസ്കാരം നമ്മൾ പതിവാക്കുക. അതോടൊപ്പം തന്നെ ലുഹുർ നിസ്കാരത്തിന്റെ ശേഷം 4 റക്അത്ത് റവാത്തിബ് നിസ്കാരമുണ്ട്. അതും ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ നരകം നമ്മളെ ശരീരം തൊടുകയില്ല എന്നുള്ളതാണ്. നരകത്തിൽ നിന്ന് നമ്മൾക്ക് പ്രത്യേക സംരക്ഷണം ലഭിക്കുകയാണ്. അതോടൊപ്പം തന്നെ അസർ നിസ്കാരത്തിന്റെ മുമ്പുള്ള 4 റക്അത്ത് റവാത്തിബ് നിസ്കാരം അതും നമ്മളെ ജീവിതത്തിൽ പതിവാക്കുക. അള്ളാഹു പതിവാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. 5-ാമത്തെ കാര്യം, മുടങ്ങാതെ ഒരു വർഷം കൃത്യമായി ഒരു ദിവസം പോലും വീഴാതെ ളുഹാ നിസ്കാരം നിലനിർത്തുക എന്നുള്ളതാണ്. ഒരു വർഷം മുടങ്ങാതെ നിത്യമായി ഒരു ദിവസം പോലും ഒഴിവാക്കാതെ ളുഹ നിസ്കാരം പതിവാക്കി കഴിഞ്ഞാൽ അവർക്ക് നരകത്തിൽ നിന്ന് രക്ഷ ലഭിക്കുകയാണ്. സ്വർഗമാണ് പിന്നെ അള്ളാഹു അവർക്ക് നൽകുന്നത്. അള്ളാഹു സ്വർഗം നൽകുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. 6-ാമത്തെ കാര്യം, ഹലാലായ സമ്പത്ത് കൊണ്ട് 3 പ്രാവശ്യം ഹജ്ജ് ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹു നമ്മൾക്കൊക്കെ ഹജ്ജ് ചെയ്യാനുള്ള തൗഫീക്ക് നൽകട്ടെ, ഉംറ ചെയ്യാനുള്ള തൗഫീക്ക് നൽകട്ടെ. ഒരു പ്രാവശ്യമെങ്കിലും ഞങ്ങൾക്ക് ഹജ്ജ് ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ, തൗഫീക്ക് നൽകണേ അല്ലാ. ഹലാലായ സമ്പത്ത് വേണം. ആരുടെയെങ്കിലും സമ്പത്ത് പിടിച്ചു പറിച്ച് അങ്ങനെ ഹജ്ജിന് പോയിട്ട് കാര്യമില്ല. ഒരാൾക്ക് കൊടുക്കേണ്ട അവകാശം, ഒരാൾക്ക് ജ്യേഷ്ഠന് കൊടുക്കേണ്ട സ്ഥലം, അനിയത്തിക്ക് കൊടുക്കേണ്ട സ്ഥലം, അത് നമ്മൾ പിടിച്ചു വെച്ചിട്ട് അത് വിറ്റിട്ട് ആ ക്യാഷ് കൊണ്ട് ഉംറക്ക് പോയത് കൊണ്ട് പ്രയോജനം ഉണ്ടാവൂല. ഹജ്ജിന് 100 അല്ല 30,000 ഹജ്ജ് ചെയ്താലും നമുക്ക് സ്വർഗത്ത് പ്രവേശിക്കാൻ സാധ്യമല്ല. അപ്പൊ ഹലാലായ സമ്പത്ത് കൊണ്ട്, നമ്മൾ അധ്വാനിച്ചത് കൊണ്ട്, അതല്ലെങ്കിൽ നമ്മൾക്ക് അവകാശപ്പെട്ട സമ്പത്ത് കൊണ്ട് നമ്മൾ ഹജ്ജിന് പോകണം. 3 ഹജ്ജാണ് ചെയ്യേണ്ടത്. എന്നാൽ നമ്മൾക്ക് അല്ലാഹു പ്രത്യേകം നരകത്തിൽ നിന്ന് കാവൽ നൽകും. 8-ാമത്തെ കാര്യം, മരിക്കുന്നതിന്റെ മുമ്പ് 1,00,000 സൂറത്തുൽ ഇഖ്ലാസ് ചൊല്ലുക എന്നുള്ളതാണ്. വളരെ സിമ്പിളാണ്. എത്രയോ സഹോദരിമാര് ലക്ഷക്കണക്കില് സൂറത്തുൽ ഇഖ്ലാസ് ചൊല്ലിയിട്ടുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യണം? മരിക്കുന്നതിന്റെ മുമ്പ് ആത്മാർത്ഥതയോടുകൂടെ, അല്ലാഹ് എന്നുള്ള ചിന്തയോടുകൂടെ 1,00,000 സൂറത്തുൽ ഇഖ്ലാസ് ചൊല്ലി തീർക്കുക. അതോടൊപ്പം തന്നെ 70,000 ലാ ഇലാഹ ഇല്ലല്ലയും ചൊല്ലി തീർക്കുക. അതിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മൾക്ക് സ്വർഗപ്രവേശനം നൽകുകയും നരകത്തിൽ നിന്ന് രക്ഷ നൽകുകയും ചെയ്യും. 10-ാമത്തെ കാര്യം ക്ഷമയാണ്. അസ്വബ്റു നിസ്ഫുൽ ഈമാൻ. ഈ ദുനിയാവിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ അനുഭവിക്കും. അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ഉണ്ടാകും. ആ പരീക്ഷണങ്ങളുടെ മേൽ നമ്മൾ ക്ഷമിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹു നമ്മൾക്ക് സ്വർഗമാണ് നൽകുക. കാരണം എന്താ? നമ്മൾ ഇവിടെ പരീക്ഷണത്തിൽ ക്ഷമിച്ചിട്ടുണ്ട്. ഇവിടെ ക്ഷമിച്ചു പ്രയാസപ്പെട്ടാൽ ആഖിറത്തിൽ നമ്മൾക്ക് സന്തോഷവും സമാധാനവും നൽകുമെന്നുള്ളതാണ്. അതുപോലെ 11-ാമത്തെ കാര്യം, ദാനധർമ്മം ചെയ്യുക എന്നുള്ളതാണ്. ദാനധർമ്മം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരാള് ധർമ്മിഷ്ഠനാണെങ്കിൽ അവനിക്ക് സ്വർഗത്തിലേക്ക് അടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. ജനങ്ങൾ മുഴുവനും അവനെ ഇഷ്ടപ്പെടും. എന്നാൽ ഒരാൾ പിശുക്കനാണെങ്കിലോ അവന് സ്വർഗത്തിൽ നിന്ന് വിദൂരത്തായിരിക്കുമെന്നുള്ളതും നരകത്തിനോട് അടുത്തതായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ദാനധർമ്മങ്ങൾ ചെയ്യുക. ദാനധർമ്മം റമളാനിക്ക് മാത്രമൊന്നുമല്ല, എല്ലാ സമയത്തും ദാനധർമ്മം ചെയ്യുക. എപ്പോഴൊക്കെ നമ്മളെ കയ്യിൽ സമ്പത്തുണ്ട്, 1 രൂപ കൊണ്ടെങ്കിലും സ്വർഗം നമ്മൾക്ക് കരസ്ഥമാക്കാൻ കഴിയണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതുപോലെ 13-ാമത്തെ കാര്യം, നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളതാണ്. സുന്നത്ത് നോമ്പുകൾ റമളാൻ കഴിഞ്ഞാല് ശവ്വാലില് സുന്നത്ത് നോമ്പുകൾ എടുക്കാം, വ്യാഴാഴ്ച സുന്നത്ത് നോമ്പെടുക്കാം, തിങ്കളാഴ്ച സുന്നത്ത് നോമ്പെടുക്കാം. റമളാനിൽ തന്നെ നോമ്പ് അനുഷ്ഠിക്കാത്ത എത്ര ആളുകളുണ്ട്. അള്ളാഹുർക്ക് നല്ല മനസ്സ് കൊടുക്കട്ടെ. റമളാനിക്ക് പകലില് നോമ്പനുഷ്ഠിക്കാതെ ഭക്ഷണം കഴിക്കുന്ന എത്ര ചെറുപ്പക്കാരികളുണ്ട്. അള്ളാഹു എവർക്കൊക്കെ നീ നല്ല മനസ്സ് കൊടുക്കണേ അല്ലാ. അപ്പൊ നല്ല ആത്മാർത്ഥതയോടുകൂടെ നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമ്മൾക്ക് സ്വർഗം നൽകുകയാണ്. അതുപോലെ തന്നെ സൽ സ്വഭാവം സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള മറ്റൊരു വഴിയാണ് സൽ സ്വഭാവം. എല്ലാവരോടും നല്ല നിലക്ക് പെരുമാറുക. ഒരാളോടും വെറുപ്പില്ലാതെ, അഹങ്കാരമില്ലാതെ, അസൂയയില്ലാതെ മാന്യതയോടെ പെരുമാറുക. ഉമ്മയോട്, ഉപ്പയോട്, അയൽവാസികളോട്, കൂട്ടുകാരോട്, എല്ലാവരോടും സൽസ്വഭാവത്തോടെ പെരുമാറുക. എന്തിനാണ് വെറുപ്പ് പിടിച്ച് നമ്മൾ ഒരാളോട് സംസാരിക്കുന്നത്, ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത്, ഒരാളോട് അസൂയ വെക്കുന്നത്, അഹങ്കരിക്കുന്നത്? അതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂല. സ്വർഗം വേണോ? സൽസ്വഭാവത്തോടെ ജീവിച്ചോ. അതുപോലെ തന്നെ 15-ാമത്തെ കാര്യം, കുടുംബ ബന്ധം പുലർത്തുക എന്നുള്ളതാണ്. പല ആളുകൾക്കും അത് പറയുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ല. കാരണം എന്താ? പല ആളുകളും കുടുംബക്കാരോട് പിണങ്ങിയിട്ടാണ്. ജ്യേഷ്ഠനും അനിയനും പിണങ്ങിയിട്ടുണ്ടാവും, ഇളയച്ചിയും മൂത്തച്ചിയും പിണങ്ങിയിട്ടുണ്ടാവും, അയൽവാസികൾ പിണങ്ങിയിട്ടുണ്ടാവും, അമ്മായിനോട് എളാപ്പാനോടൊക്കെ
മക്കളോടൊക്കെ പിണങ്ങി ഇങ്ങനെ നടക്കുക. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി വ്യക്തമായി പറഞ്ഞില്ലേ, ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ, കുടുംബ ബന്ധം മുറിച്ച സ്വർഗ്ഗത്ത് കടക്കൂല. അപ്പൊ കുടുംബ ബന്ധം ചേർത്താലോ ഓൻ സ്വർഗ്ഗത്ത് കടക്കും, നരകത്ത് കടക്കൂല. അതുകൊണ്ട് കുടുംബ ബന്ധം പുലർത്തുക. ഇപ്പോൾ തന്നെ കുടുംബക്കാരോട് പിണങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പിണക്കൊക്കെ മാറ്റി നല്ല സ്നേഹത്തോടെ സന്തോഷത്തോടു കൂടെ ജീവിക്കാൻ ശ്രമിക്കുക. 16ാമത്തെ കാര്യം, മാതാപിതാക്കളെ ആദരിക്കുക, ബഹുമാനിക്കുക, സ്നേഹിക്കുക എന്നുള്ളതാണ്. അവർക്ക് കൊടുക്കേണ്ട അവകാശം അവർക്ക് നമ്മൾ വകവച്ച് കൊടുത്തേ പറ്റൂ. കാരണം മാതാപിതാക്കൾ നമ്മളെ സ്വർഗാണ്. ഉമ്മയുടെ കാലടിപ്പാട് സ്വർഗമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി, സ്വർഗത്തിന്റെ 2 കവാടങ്ങളാണ് മാതാപിതാക്കൾ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ മാതാപിതാക്കളാണ് നമ്മളെ സ്വർഗം. അവരെ വീട്ടിൽ നിന്ന് ആട്ടിയടിക്കുക, അവരെ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോവുക, അവരെ തെറി വിളിക്കുക, അവരെ അടിക്കുക, തൊഴിക്കുക, ചീത്ത വിളിക്കുക, ശകാരിക്കുക, ഇതൊക്കെ നമ്മളുടെ സ്വർഗം നഷ്ടപ്പെടുത്തും. നമ്മൾ നരകത്തിലേക്ക് പോകും. നമ്മളെ ജീവിതത്തിലെ ബറക്കത്ത് തന്നെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് മാതാപിതാക്കളെ ആദരിക്കുക. ഈ 15 കാര്യങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിച്ചു നോക്കൂ. വളരെ സന്തോഷത്തോടുകൂടെ റാഹത്തോടുകൂടെ ജീവിക്കാനും കഴിയും. മരിച്ചു കഴിഞ്ഞാൽ പാരത്രിക മോക്ഷം ലഭിക്കും, അള്ളാഹുവിന്റെ വലിയ റഹ്മത്ത് ലഭിക്കും, സ്വർഗം ലഭിക്കും, നരകത്തിൽ നിന്ന് രക്ഷയും ലഭിക്കും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.